കുംഭമേള എന്ന് പറയുന്നത് ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഏറ്റവും വലിയ ഒരു ആഘോഷമാണ് കുംഭമേള. കുംഭമേള അല്ല ഇപ്പൊ നടക്കുന്നത് മഹാകുംഭമേളയാണ്. അതാണ് 144 വർഷത്തിലൊരിക്കൽ നടക്കുന്നത്. കുംഭമേള 4 വർഷവും പല സ്ഥലത്തും റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഭാരതത്തിന്റെ പ്രധാനപ്പെട്ട 4 സ്ഥലങ്ങളിലാണ് നടക്കുക. ഒന്ന് ഇപ്പൊ നടക്കുന്ന അലഹബാദ് അല്ലെങ്കിൽ പ്രയാഗ്രാജ്, ഉജ്ജയിൻ, നാസിക്, ഹരിദ്വാർ, ഈ 4 സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. അതിന്റെ പുറകിലുള്ള ഐതിഹ്യം വളരെ ചെറുതാണ്. ഇപ്പോൾ നമുക്ക് പാലാഴി മദന സമയത്ത് അമൃത് കിട്ടുമ്പോൾ അമൃതവുമായിട്ട് പറക്കുന്ന ഗരുഡന്റെ കയ്യിൽ നിന്ന് ആ അമൃത കുംഭം, അതാണ് കുംഭമേളയുടെ കുംഭം എന്ന് പറയുന്ന ശബ്ദം, കലശം നമ്മൾ വിളിക്കുമല്ലോ, ഈ കുംഭത്തിൽ നിന്ന് അമൃതിന്റെ ഏതാനും തുള്ളികൾ ഈ 4 സ്ഥലങ്ങളിൽ വീണു എന്നാണ് അർത്ഥിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ 4 സ്ഥലങ്ങളിൽ ക്രമമായിട്ടുള്ള ഇടവേളകളിൽ കുംഭമേള നടക്കുന്നത്. അതിന്റെ റിപ്പീറ്റേഷൻസ് കൂടുമ്പോൾ മഹാകുംഭമേളയിലേക്ക് അത് പിന്നെ പതിയെ മാറും. അപ്പോൾ ഈ 4 സ്ഥലങ്ങളിലും യഥാർത്ഥത്തിലുള്ള ഈ കുംഭമേളയുടെ കാഴ്ച അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആരാധനാ രീതി എന്ന് പറയുന്നത് ആരതി ഒഴിയുന്നതോ അല്ലെങ്കിൽ പ്രയാഗ്രാജിൽ കറങ്ങി നടക്കുന്നതോ സ്നാനമാണ്. ഈ അമൃതത്തിന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള സമയങ്ങളിൽ ഈ പല അഖാഡയിൽ നിന്നുള്ള സന്യാസി വര്യന്മാര് അവിടെ വന്ന് കുളിക്കും. ശിവരാത്രി വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രോസസ്. പലപ്പോഴായിട്ട് അതിന്റെ മുഹൂർത്തങ്ങളുണ്ട്, എത്രയോ എണ്ണം ഉണ്ട്. എനിക്ക് 75 ദിവസമാണ് ടോട്ടൽ കുംഭമേള നടക്കുന്നത്. അതിൽ സ്നാനങ്ങളുടെ കണക്കുണ്ട്. ആ ഓരോ ദിവസവും ഇവര് പല ഗുരുക്കന്മാരും പ്രഭുക്കളൊക്കെ ആയിട്ട് വന്ന് ഘോഷയാത്രയായിട്ട് വന്ന് ഈ സ്നാനഘട്ടങ്ങളിൽ ത്രിവേണി സംഗമത്തിൽ അവിടെ കുളിക്കുകയാണ് ചെയ്യുക. ഈ സ്നാനത്തിനാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം.